ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. കേരള ബോക്സ് ഓഫീസിൽ ഈ ശനിയാഴ്ച ഒക്ടോബർ 11 ഓടുന്ന ചിത്രങ്ങളുടെ കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ബാൾട്ടി, കാന്താര, ലോക, ഫെമിനിസ്റ്റ്, ഫാത്തിമ ഈ ചിത്രങ്ങളുടെയാണ്. കൂടാതെ രാവണപ്രഭു എന്ന റിലീസ് ചിത്രത്തിൻ്റെയും. അതിന് മുന്നോടിയായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക ചെയ്യാണ്. നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് 60,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. നമുക്ക് ആദ്യം ബാൾട്ടിയുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് പോവാം. ബാൾട്ടി മലയാളത്തിൽ ഇറങ്ങിയിട്ട് ഇപ്പോൾ 16 ദിനങ്ങൾ പിന്നിടുകയാണ്. ഈ ഒരു 16ാം ദിനത്തിലും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ഒരു കളക്ഷൻ നേടിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഹൈലൈറ്റായി നിൽക്കുന്നത്. ഏകദേശം 142ഓളം ഷോകളാണ് ഇന്ന് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 4,900ഓളം ടിക്കറ്റുകൾ, 5,000 ടിക്കറ്റ് എന്ന് തന്നെ പറയാം. 18% ഒക്യുപ്പൻസിയാണ് സിനിമയ്ക്ക് ഇന്ന് വന്നിരിക്കുന്നത്. 8,17,000 രൂപയോളമാണ് സിനിമയ്ക്ക് ഇതുവരെ വന്നിരിക്കുന്നത്. ഇന്നലെ മാത്രം നേടിയത് 190 ഷോകളിൽ നിന്ന് 6,000ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 17% ഒക്യുപ്പൻസിയിൽ 10 ലക്ഷം രൂപയാണ് സിനിമ നേടിയത്. ഇന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഫൈനലായിട്ട് ഒരു 12 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരും. അതായത് 25 ലക്ഷം രൂപയിലേക്ക് സിനിമ ഇന്നും എത്തും എന്നുള്ളതാണ്. ട്രാക്കിങ്ങിലൂടെ 7 കോടി 6 ലക്ഷം രൂപയിലേക്ക് എത്തിയ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 9 കോടി ടച്ച് ചെയ്തിരിക്കുകയാണ്. വേൾഡ് വൈഡായിട്ട് സിനിമ 12 കോടി കടന്നിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയുമാണ്. നമുക്ക് അടുത്ത ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടക്കാം. കാന്താരയ്ക്ക് ഇന്ന് 10ാം ദിനമാണ്. ഈ ഒരു ശനിയാഴ്ച മികച്ച രീതിയിലുള്ള കളക്ഷനാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമയ്ക്ക് നേടാൻ കഴിയുന്നത്. ഇന്നലെ കൊണ്ട് സിനിമ ഒഫീഷ്യലായി അല്ലെങ്കിൽ മിനിങ്ങാന്നത്തെ കളക്ഷൻ പുറത്തുവിട്ടിരിക്കുന്ന 509 കോടിയോളം എന്നുള്ളതാണ്. ഇന്നലെ കൊണ്ട് 540 കോടിക്ക് അടുത്തെത്തിയ സിനിമ ഇന്നുകൊണ്ട് 600 കോടി കയറുമെന്നുള്ളത് ഉറപ്പാവുകയാണ്. ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1,412 ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ 2 ലക്ഷത്തോളം ടിക്കറ്റുകളാണ് സിനിമയുടെ ഇതുവരെ വിറ്റുപോയിരിക്കുന്നത്. 48% സിനിമയുടെ തിയേറ്റർ ഓക്യുപ്പൻസിയായി ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് ഇതുവരെ വന്നിരിക്കുന്ന കണക്കുകൾ പ്രകാരം 3,08,61,000 രൂപയാണ് സിനിമയ്ക്ക് ട്രാക്കിങ്ങിലൂടെ മാത്രം നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. അതായത് ഇന്ന് 4 കോടിക്ക് അടുത്ത് സിനിമ കളക്ട് ചെയ്യുമെന്നുള്ളതാണ് ഈ ഒരു റിപ്പോർട്ടിൽ നിന്ന് തന്നെ സൂചിപ്പിക്കുന്നത്. ഫൈനൽ കളക്ഷൻ വരുമ്പോൾ 3,50,00,000 രൂപയ്ക്ക് മുകളിലായിരിക്കും സിനിമയുടെ കളക്ഷനായി വരാൻ പോകുന്നത്. തീർച്ചയായും 4 കോടി 4,15 കോടി ഇന്നും കേരളത്തിൽ നിന്ന് നേടുമെന്നുള്ളതാണ്. ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 39 കോടിയോളമാണ് സിനിമ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതായത് ഇന്നത്തെ ദിനത്തോടെ സിനിമ 40 കോടി കടക്കുന്നു എന്നുള്ളതാണ്. നാളെ ഇതിൻ്റെ മുകളിലുള്ള ഒരു പ്രകടനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 5 കോടി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. അങ്ങനെ 45 കോടി കടക്കും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്. എന്താണേലും എല്ലാ ദിനങ്ങളിലും സിനിമയ്ക്ക് 2 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ വന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. മലയാള ബോക്സ് ഓഫീസിനെ സിനിമ ഞെട്ടിച്ചിരിക്കുകയാണെങ്കിൽ ഹിന്ദിയും തമിഴുമൊക്കെ അതേ രീതിയിൽ തന്നെ പോകുന്നു. ഹിന്ദിയിൽ നിന്ന് 125 കോടിയിലേക്ക് സിനിമ എത്തുന്നു. കർണാടകത്തിലും സിനിമ അതേ റേഞ്ചിൽ തന്നെ പോവുകയാണ്. ഓവർസീസിൽ മാത്രമാണ് സിനിമയ്ക്ക് അത്ര മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാത്തത്. പക്ഷേ ഡൊമസ്റ്റിക്കിൽ നിന്ന് മാത്രമേ സിനിമ വരുന്ന ആഴ്ചയോടുകൂടി 800 കോടി കടക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഫൈസൽ മുഹമ്മദിൻ്റെ സംവിധാനത്തിൽ വന്ന് ഷംല ഹംസ പ്രധാന കഥാപാത്രമായി എത്തിയ ചിത്രമാണ് ഫെമിനിസ്റ്റ്, ഫാത്തിമ. ഈ ഒരു സിനിമ 2ാം ദിനത്തിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുഞ്ഞൻ ചിത്രമായ ഈ ഒരു സിനിമയെ ഗംഭീരമായിട്ട് തന്നെയാണ് മലയാളികൾ സപ്പോർട്ട് ചെയ്യുന്നത്. വളരെ കുറഞ്ഞ ഷോകളാണ് സിനിമയ്ക്കുള്ളതെങ്കിലും പ്രതീക്ഷിച്ചതിന് ഒക്കെ മുകളിലുള്ള രീതിയിലാണ് സിനിമയുടെ കളക്ഷനും കാര്യങ്ങളും പോകുന്നത്. ആദ്യ ദിനം 113 ഷോകളിൽ നിന്ന് 2,000ഓളം ടിക്കറ്റുകളാണ് വിറ്റുപോയതെങ്കിൽ അന്ന് ലഭിച്ചത് 3 ലക്ഷം രൂപയോളമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന്. അതായത് ഏകദേശം 5 ലക്ഷം രൂപയോളം സിനിമയ്ക്ക് കിട്ടി എന്നുള്ളതാണ്. 2ാം ദിവസമായ ശനിയാഴ്ച 86 ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 2,500ഓളം ടിക്കറ്റുകൾ ഇതിനോടകം തന്നെ വിറ്റുപോയിരിക്കുന്നു. 3.5 ലക്ഷം രൂപയോളമാണ് ഇതുവരെ വന്നിരിക്കുന്നതും. അതായത് ഇന്ന് സിനിമയ്ക്ക് 6 ലക്ഷം രൂപയ്ക്ക് മുകളിലുണ്ടാകുമെന്നുള്ളതാണ്. ട്രാക്കിങ്ങിലൂടെ മാത്രമായിട്ട് 6.5 ലക്ഷം രൂപ കടന്ന ഈ ഒരു ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇന്നുകൊണ്ട് 8 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ള ലോകയ്ക്ക് ഇന്ന് മികച്ച ദിനം തന്നെയാണ്. ഈ ഒരു 45ാം ദിനം ശനിയാഴ്ച മികച്ച പ്രകടനവുമായിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഇന്നലെ വരെയുള്ള കളക്ഷൻ്റെ നേരെ ഇരട്ടി കളക്ഷനാണ് സിനിമയ്ക്ക് ഇതുവരെ ട്രാക്കിങ്ങിലൂടെ നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇന്നലെ വരെ നേടിയിരുന്ന അല്ലെങ്കിൽ ഇന്നലെ നേടിയിരുന്നത് 13.5 ലക്ഷം രൂപയാണെങ്കിൽ ഇന്ന് 396 ഷോകളിൽ നിന്ന് 15,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 20% തിയേറ്റർ ഓക്യുപ്പൻസിയായി സിനിമയ്ക്ക് കാണിക്കുന്നത്. അതും ട്രാക്കിങ്ങിലൂടെ വന്നിരിക്കുന്നത് 25 ലക്ഷം രൂപയോളം. അതായത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ ഇന്ന് നേടിയിരിക്കുന്നത് 40 ലക്ഷം രൂപയോളമാണ്. ഫൈനലായി പ്രതീക്ഷിക്കുന്നു 45-50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വരുമെന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മികച്ച രീതിയിലേക്കുള്ള കളക്ഷനും ട്രാക്കിങ്ങിലൂടെ മാത്രം സിനിമ 110 കോടി കടക്കുകയും ചെയ്തു. മലയാളത്തിൽ ട്രാക്കിങ്ങിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായി ഈ സിനിമ മാറിയിരിക്കുകയാണ്. സിനിമ 300 കോടി ക്ലബ്ബിലേക്ക് കയറാൻ ഇന്നലെ വരെ 44 ദിനം വരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ വന്നപ്പോൾ 299 കോടി 55 ലക്ഷമാണെങ്കിൽ ഇന്നുകൊണ്ട് അത് 300 കോടിയിലേക്ക് സിനിമ എത്തുന്നു എന്നുള്ളതാണ്. ഏകദേശം 40-45 ലക്ഷം
ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ബാംഗ്ലൂരും തമിഴ്നാട്ടിലുമൊക്കെ മികച്ച ഒരു കളക്ഷനാണ്. അതുകൊണ്ട് തന്നെ നാളത്തേക്ക് കാത്തിരിക്കേണ്ട ഈ ഒരു സിനിമ ഇന്ന് തന്നെ 300 കോടിയിലേക്ക് ടച്ച് ചെയ്യുകയാണ്. ഫൈനൽ കളക്ഷൻ വരുമ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ ഒരു മലയാള സിനിമയുടെ ഏറ്റവും ആഘോഷിക്കേണ്ട, ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് സിനിമ എത്തുകയാണ്. ഒരുപടി റെക്കോർഡുകൾ വാരി വിതറിക്കൊണ്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഡൊമസ്റ്റിക്കിൽ നിന്ന് 182 കോടി കടന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 121 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു. വേൾഡ് വൈഡായിട്ട് 300 കോടിയിലേക്ക് എത്തിയ ചിത്രം ഓവർസീസിൽ നിന്ന് മാത്രമായി 120 കോടിയും നേടിയിരിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്ന് സിനിമ ഇന്നത്തോടെ 25 കോടി കളക്ഷൻ നേടുന്ന സിനിമയായി മാറുകയാണ്. UAE ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട സിനിമയായി മാറുകയാണ്. എമ്പുരാൻ എന്ന സിനിമയുടെ ആ ഒരു റെക്കോർഡും ഈ സിനിമ ഇങ്ങ് തട്ടിപ്പറിച്ചെടുത്തിരിക്കുന്നു എന്ന് പറയാം. 5,10,000 മുകളിലുള്ള ആളുകളാണ് ഈ ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന റെക്കോർഡ് 5,09,600 ടിക്കറ്റുകളായിരുന്നു എന്നുള്ളതാണ്. എറണാകുളം ഷേണായിസിലും സിനിമ ചരിത്രം കുറിച്ചിരിക്കുന്നു എന്നാണ് പറയാം. 50,000 ടിക്കറ്റുകളാണ് അവിടെ നിന്ന് മാത്രമായി സിനിമ വിറ്റുപോയിരിക്കുന്നത്. തുടരുമെന്ന ചിത്രം 48,000 ടിക്കറ്റുകളായിരുന്നുവെങ്കിൽ ഇന്ന് അത് റെക്കോർഡ് മറികടക്കുന്നു. ഇനി നമുക്ക് മോഹൻലാൽ ചിത്രമായ രാവണപ്രഭുവിൻ്റെ വിശേഷങ്ങളിലേക്ക് കടന്നു വരാം. രാവണപ്രഭുവിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇന്ന് ബോക്സ് ഓഫീസിൽ ഞെരിപ്പനായി തന്നെ പോവുകയാണ്. റിലീസ് ചിത്രങ്ങളെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ടുള്ള പ്രകടനമാണ് സിനിമ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ശനിയാഴ്ച 354 ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ 28,600 ടിക്കറ്റുകൾ വിറ്റുപോയി. 46 ലക്ഷം രൂപയാണ് സിനിമയുടേതായി കളക്ഷനായി വന്നിരിക്കുന്നത്. 32% ഒക്യുപ്പൻസിയിൽ. ആദ്യ ദിനം 336 ഷോകളിൽ നിന്ന് 38,000 ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 59,16,000 രൂപയോളമാണ് 43% ഒക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. ട്രാക്കിങ്ങിലൂടെ മാത്രം 1 കോടി 5 ലക്ഷം രൂപയിലേക്ക് സിനിമ എത്തിയിരിക്കുകയാണ്. ഇന്നലെ ആദ്യ ദിനം സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് 70 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരുന്നുവെങ്കിൽ ഇന്ന് 80 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് പോകുമെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും അതിഗംഭീരമായിട്ടുള്ള തിരക്ക് തന്നെയാണ് സിനിമയ്ക്ക് അനുഭവപ്പെടുന്നത്. എക്സ്ട്രാ ഷോസ് ആഡ് ചെയ്യുന്നു, പുതിയ ഷോകൾ ആഡ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ കാണാം. അക്ഷരാർത്ഥത്തിൽ ഈ ഒരു സിനിമ കേരള ബോക്സ് ഓഫീസിനെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇന്ന് ഈവനിങ് നൈറ്റ് ഷോസ് ഒക്കെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്, സിനിമയ്ക്ക് എങ്ങനെ ടിക്കറ്റ് കിട്ടാനില്ലാത്ത ഒരവസ്ഥ തന്നെ. അത്രത്തോളം ഗംഭീരമായിട്ടുള്ള ബുക്കിംഗ് ആണ് സിനിമയ്ക്കുണ്ടാകുന്നത്. 21 വർഷങ്ങൾക്ക് മുമ്പിറങ്ങിയ ഈ ഒരു ചിത്രം ഇത്രത്തോളം ഗംഭീരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരേ ഒരാൾ മാത്രമാണ്, ഫാൻസ്. അതായത് മോഹൻലാൽ ഫാൻസ് എന്ന് തന്നെ എടുത്തു പറയാം. അത്ര ഗംഭീരമായിട്ടാണ് ഈ ഒരു സിനിമയെ അവർ എതിരേറ്റിരിക്കുന്നത്. ഇന്ന് കേരളം നോക്കിയാൽ എല്ലാ സ്ഥലങ്ങളിലും ഭയങ്കര തിരക്ക് തന്നെയാണ് കാണാൻ കഴിയുന്നത്. റീ റിലീസ് ചിത്രങ്ങളായി വന്ന മോഹൻലാലിൻ്റെ എല്ലാ സിനിമകളും ഭയങ്കര റെക്കോർഡ് തന്നെയാണ് തൂക്കിയിരിക്കുന്നത്. ഇതിനകത്തിൽ 5 ചിത്രങ്ങൾ ഗംഭീരമാകുമ്പോൾ ഒരു ചിത്രം മാത്രം നിലംപരിശായെങ്കിലും ഒരു കാര്യം ഉറപ്പിക്കാം, മലയാളത്തിൽ ഇന്ന് വരെ വന്നിരിക്കുന്ന എല്ലാ റീ റിലീസുകളിലും ബാക്കി ഒരു നടനും ഇത്രത്തോളം റെക്കോർഡുകൾ അവകാശപ്പെടാനില്ല എന്നുള്ളത്. സ്ഫടികം മുന്നിൽ നിൽക്കുകയാണ് ആദ്യ ദിനത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്നതെങ്കിൽ ദേവദൂതൻ ഈ സിനിമകളിലെ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിരിക്കുക, അതായത് റീ റിലീസുകളിലെ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ചിത്രമാണ്. ഇന്ന് രാവണപ്രഭു 2ാം പൊസിഷനിൽ നിൽക്കുമ്പോൾ മണിച്ചിത്രത്താഴ് 3ാം സ്ഥാനത്തും ചോട്ടാ മുംബൈ 4ാം സ്ഥാനത്തുമാണ് നിൽക്കുന്നത്. ഇവിടെ ചോട്ടാ മുംബൈ 4ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ദേവദൂതൻ 5ാം സ്ഥാനത്താണ്. എന്നിരുന്നാലും ഉദയനാണ് താരമെന്ന ഒറ്റ ചിത്രം മാത്രമാണ് ഇതിനകത്തിൽ ഒന്നുമാകാതെ പോയ ചിത്രം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ചില ന്യൂനതകൾ നിങ്ങൾ പലരും ഒന്ന് കമൻസിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ചു എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മൾ ആരായുക തന്നെയാണ്. ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് കറക്റ്റ് ചെയ്തു പോകാൻ മാക്സിമം ശ്രമിക്കുന്നതുമാണ്. അപ്പോൾ കൃത്യമായിട്ട് അതിനുള്ള മറുപടികളൊക്കെ ഒന്ന് തരണം. ചാനൽ ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.